നമസ്കാരം സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ കെയറയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി ഗവൺമെൻറ് VDS ഗവൺമെൻറ്റിൻ്റെ എത്രയും പെട്ടെന്ന് സ്പീഡിലുള്ള തീരുമാനത്തിൽ തന്നെ അത് ഉപേക്ഷിച്ചു. കെയറയിൽ പദ്ധതി ക്യാൻസൽ ചെയ്തു, ഡീനോട്ടിഫിക്കേഷൻ ചെയ്തു. അതിലെ സമരക്കാരെയും കേസെടുത്തിരിക്കുന്നവരെയൊക്കെ വിടുവിക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കും എന്ന് VDS ഗവൺമെൻറ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. സുഹൃത്തുക്കളെ, ഈ കെയറയിൽ പദ്ധതി അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൻ്റെ ഭൂമിഭാഗത്തെ രണ്ടായി പിളർത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പില്ലറിലും മതിൽ കെട്ടിയും രണ്ടായി തിരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് 3000 ഏക്കർ സ്ഥലം ഫ്രീ ആയി ഇത്ര കുടുംബങ്ങൾ. അതോടൊപ്പം തന്നെ ഇത് 3000 ഏക്കർ ഡയറക്റ്റ് എഫക്റ്റാണ്. 3000 ഏക്കർ ഏറ്റെടുത്തിരുന്നു. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3000 ഏക്കർ ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് ബഫർ സോൺ എന്നും പറഞ്ഞാൽ അതിനടുത്ത് കിടക്കുന്ന ഭൂമി ഏറ്റെടുക്കും. അങ്ങനെ അതിഭീകരമായ ജനദ്രോഹപരമായ ഒരു പദ്ധതി ഗവൺമെൻറ് സ്പീഡ് റെയിലിൻ്റെ സ്പീഡിൽ തന്നെ ഉപേക്ഷിച്ചതിനെ നമുക്കൊരു ബിഗ് സല്യൂട്ട് നമ്മുടെ ജനാധിപത്യ VDS ഗവൺമെൻറ്റിനെ VD സതീശൻ ഗവൺമെൻറ്റിന് കൊടുക്കാം. സുഹൃത്തുക്കളെ, ഇതിലെ ജനങ്ങൾ ഇതിനു വേണ്ടി സമരം ചെയ്തപ്പോൾ അവരെ നിഷ്കരണം അടിച്ചമർത്തി ജയിലിലാക്കി പാർട്ടി വളർത്തുന്നതിനും കഴിഞ്ഞ LDF ഗവൺമെൻറ് ഗുണ്ടായുസം നടത്തുന്നതിനും പണപ്പിരിവിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു അതിനിഗൂഢമായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മഫിയയാണത്. ജപ്പാനിൽ പോയി കിടക്കുന്ന തുരുമ്പ് പിടിച്ച കുറച്ച് ട്രെയിനും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഭിത്തി കെട്ടിയും ഭൂമി ഏറ്റെടുത്തും മഫിയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയൊരു ഓർഡർ കൊണ്ട് ഡീനോട്ടിഫിക്കേഷൻ നടത്തി ജനങ്ങളെ രക്ഷിക്കാമായിരുന്നു. അത് ഗവൺമെൻറ് ചെയ്തില്ല. ഗവൺമെൻറ് വിചാരിച്ചു, എന്താണെങ്കിലും ഞങ്ങൾ നോർത്ത് കൊറിയ മാതിരി കിമ്മിൻ്റെ ഭരണമാണ്, ഇനി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബ്യൂറോക്രാറ്റ്സും അവരുടെ ഗുണ്ടകളും അവരുടെ തൽപര കക്ഷികളുമായിട്ടുള്ള പാർട്ടി സേവനം നടത്തി നാട്ടുകാരെ പറ്റിക്കാം. പ്രൊപ്പഗണ്ട മെഷീനറി ഇറക്കി എൻ്റെ മുഖം എൻ്റെ ബോർഡ്, എൻ്റെ പാർട്ടി എൻ്റെ തീരുമാനം എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാം, പ്രബുദ്ധരായ കേരള ജനതയെ പറ്റിക്കാം എന്നും കരുതി അതിനുവേണ്ടി പണമുണ്ടാക്കാനുള്ള ഒരു ലോകതന്ത്ര വിഡിത്തര വ്യവസ്ഥയായിരുന്നു ഈ കെയറയിലിന് എന്ത് സ്പീഡൊന്നും കാര്യമായിട്ടില്ല. ഒരു സാധാരണ ട്രെയിനിൻ്റെ സ്പീഡ് തന്നെയേ ഉള്ളൂ. പക്ഷേ അതിനു വേണ്ടി വരുന്ന ഭീമമായ ലക്ഷക്കണക്കിന് കോടികൾ രൂപയുടെ കമ്മീഷൻ പറ്റുക, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മഫിയ നടത്തുക, അതുപോലെ തന്നെ തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ട് പീസായിട്ട് ഭൂമി വിൽക്കാൻ പറ്റാതെ സാധാരണ ജനങ്ങളെ പട്ടിണിയിലാക്കിക്കൊണ്ട് അവരുടെ ഭൂവിഭാഗങ്ങളും അവരുടെ വീടുകളും തകർത്തുകൊണ്ട് തരിപ്പണമാക്കിക്കൊണ്ട് അത് തട്ടിയെടുത്തുകൊണ്ട് ബിസിനസ് നടത്താമെന്നുണ്ടല്ലോ. ഒരു ഒന്നാന്തരം ബിസിനസ് മഫിയ തട്ടിപ്പായിരുന്നു സുഹൃത്തുക്കളെ. അതിൻ്റെ DPR പോലും, അതായത് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്, അതായത് അതിനൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് പോലും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും എത്രയും വേഗത്തിൽ തന്നെ ഇത് സാങ്ഷനാക്കിക്കൊണ്ട് കമ്മീഷൻ തട്ടുക, അതോടൊപ്പം തന്നെ ഭൂമി കൈവശപ്പെടുത്തുക എന്നുള്ള ഒരു മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനമാണ് നിലച്ചുപോയത്. എന്നിട്ട് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി അത് ഡീനോട്ടിഫിക്കേഷൻ ചെയ്തത് പാവം പിടിച്ച ആളുകളുടെ വീടിന് ഒന്ന് വിൽക്കുവാനോ പണയം വെക്കുവാനോ ഒന്നിനും സാധിക്കാതെ എന്തെങ്കിലും ഒരു മര്യാദയോ എന്തെങ്കിലും ഒരു ഇതാണോ ഗവൺമെൻറ്? ഇങ്ങനെയാണോ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പേര് മാത്രം, ഇതാണോ സാധാരണ ജനങ്ങളുടെ ഗവൺമെൻറ്? എന്താണേലും എൻ്റെ സുഹൃത്തുക്കളെ, വലിയൊരു ഒഴിയാവാതെ കേരള സംസ്ഥാനത്തിന് നിന്ന് ഒഴിഞ്ഞുപോയി. എന്തായാലും നമ്മൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യണം ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ ഒരു നടപടിയെടുത്തതിൽ ഡീനോട്ടിഫിക്കേഷൻ ചെയ്ത് ആ പാവങ്ങൾക്ക് നീതി കൊടുത്തു. അങ്ങനെ നീതിയുക്തമായൊരു ഗവൺമെൻറ് ലോകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരം അഭിനന്ദനങ്ങൾ നമ്മുടെ VDS ഗവൺമെൻറ്റിനെ. സുഹൃത്തുക്കളെ, അതോടൊപ്പം തന്നെ ഈ നമുക്ക് കൂടുതൽ ഹൈസ്പീഡിലായിട്ടുള്ള റെയിൽവേ ജനങ്ങൾക്ക് വേണം, വളരെയധികം പുരോഗതി ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. അതിനുവേണ്ടിയുള്ള പ്രൊജക്റ്റ് വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനകത്തെ ഈ പാരിസ്ഥിതിക ദോഷമുള്ള ഇത് വന്നു കഴിഞ്ഞാൽ വെള്ളമെല്ലാം കെട്ടിനിന്ന് ജനങ്ങളുടെ വീടും പോയി, അവരെല്ലാം അവരുടെ സ്വപ്ന ഭവനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഈ ഭവനങ്ങളെല്ലാം LDFൻ്റെയും UDFൻ്റെയും BJPയുടെയും സാധാരണക്കാരൻ്റെയും ഒക്കെ പോകുമായിരുന്നു. അത് കാരണം എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് തച്ച് തകർത്തു ആ പദ്ധതി. അതിന് അപ്രീഷിയേറ്റിംഗ് വി ക്യാൻ ഗിവ് എ ബിഗ് സല്യൂട്ട് ടു അവർ people, our Keralite people. Another thing,
വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് സുഹൃത്തുക്കളെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെട്ടു. ഗ്യാസ് കുറ്റിയുമായിട്ട് ഞങ്ങൾ മരിക്കും, നിങ്ങളെയും കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ടിട്ട് ജനപ്രക്ഷോഭത്തിൽ ഗ്യാസ് കുറ്റി തുറന്നു നിന്നപ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥങ്ങൾ പേടിച്ചു. അവർക്ക് മനസ്സിലായി ജനരോഷത്തിൻ്റെ മുന്നിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് അവസാനം കൈമലർത്തും, അവരുടെ ജീവനും പോവും. അങ്ങനെ പോലീസുകാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പിന്നോട്ട് നിന്നു. അങ്ങനെയാണ് ഈ സംഭവം ഡിലേ ആയത്. അങ്ങനെ മഞ്ഞക്കുറ്റി കുഴിച്ചിട്ട് അടുപ്പിൻ്റെ നടുക്ക് കുഴിച്ചിട്ട് 100 കോടി മുടിപ്പിച്ചു. അതിന് നല്ലൊരു സംഖ്യ കമ്മീഷൻ അടിച്ചു. ഇങ്ങനെയുള്ള കമ്മീഷനായിട്ടുള്ള കൊള്ള ഗവൺമെൻറ്റിനെ പുറത്താക്കിയ ജനങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മുടെ കേരളം നശിച്ച് നോർത്ത് കൊറിയ മാതിരി ആയതിന് താങ്ക് യു വ്യൂവേഴ്സ്. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.